ഷൈൻ ടോം ചാക്കോയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. സംവിധാന സഹായിയായി സിനിമയിൽ കരിയർ ആരംഭിച്ച ഷൈൻ ടോം ചാക്കോ ഇന്ന് തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും സിനിമകൾ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളിലും ഷൈനിന്റെ സാന്നിധ്യവുമുണ്ട്. 10 വർഷത്തോളം സംവിധാന സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഷൈനിന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെയാണ് കാവ്യ മാധവൻ നായികയായ ഗദ്ദാമയിൽ ശ്രദ്ധേയ വേഷത്തിൽ ഷൈൻ എത്തുന്നത്. അതോടെ പിന്നെ തലവര മാറുകയായിരുന്നു. തുടരെ സിനിമകൾ ലഭിച്ചു. നായക വേഷം വരെ തേടിയെത്തി. എന്നാൽ ഇതിഹാസയ്ക്ക് ശേഷം ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ടത് ഷൈനിന് തിരിച്ചടിയായി മാറി. ഇപ്പോഴും ആ കേസ് അവസാനിച്ചിട്ടില്ല എന്നും അന്നുണ്ടായ അറസ്റ്റും ഷൈനിന്റെ ജയിൽവാസവും എന്നേക്കും ഉണങ്ങാത്ത മുറിവായിരിക്കുമെന്നുമാണ് ഷൈനിന്റെ മാതാപിതാക്കൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതേസമയം ഇപ്പോഴിതാ ഷൈൻ പുതുവർഷത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഷൈനും പ്രണയിനി തനൂജയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായിട്ടാണ് ഷൈനിന്റെയും തനൂജയുടെയും എൻഗേജ്മെന്റ് നടന്നിരിക്കുന്നത്. പിങ്കും വെള്ളയും കലർന്ന ലഹങ്കയായിരുന്നു തനൂജയുടെ വേഷം. വെളുത്ത പാന്റും പിങ്ക് ഷർട്ടുമായിരുന്നു ഷൈനിന്റെ വേഷം. ബന്ധുക്കൾ തനൂജയുടെ കയ്യിൽ ആഭരണം അണിയിക്കുന്നതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. ഷൈനിന്റെ കുടുംബത്തെയും പ്രചരിക്കുന്ന വീഡിയോകളിലും ഫോട്ടോകളിലും കാണാൻ സാധിക്കും. ഏറെ നാളുകളായി ഷൈനും തനൂജയും പ്രണയത്തിലാണ്. എല്ലാ ചടങ്ങുകൾക്ക് പോകുമ്പോഴും കുടുംബത്തോടൊപ്പം തനൂജയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ട്. മാത്രമല്ല തനൂജയ്ക്കൊപ്പമുള്ള നിരവധി പ്രണയാർദ്ര ചിത്രങ്ങൾ ഷൈൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുമുണ്ട്. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഷൈനിനെയും തനൂജയെയും അഭിനന്ദിച്ച് എത്തുന്നത്. മാത്രമല്ല ചിലർ ഷൈനിന്റെ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഹസിച്ചുള്ള കമന്റുകളും പങ്കുവയ്ക്കുന്നുണ്ട്. പ്രണയത്തിന് പ്രത്യേക അർത്ഥം നൽകിയവൻ എന്ന് പറഞ്ഞാണ് ഷൈനുമായി ചേർന്ന് നിൽക്കുന്ന 3 ഫോട്ടോകൾ തനു കുറച്ചു നാളുകൾക്ക് മുമ്പ് പങ്കുവച്ചത്. ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ പ്രൊമോഷനിടയിൽ വന്ന സമയത്താണ് ഷൈൻ ടോം ചാക്കോ തന്റെ പ്രണയിനിയെ എല്ലാവർക്കും ആദ്യമായി പരിചയപ്പെടുത്തിയത്. തനു എന്ന പേര് മാത്രമാണ് ഷൈൻ ടോം ചാക്കോ അന്ന് പറഞ്ഞിരുന്നത്. ഷൈൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വിവാഹിതനായതാണ്. ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട്. വീട്ടുകാർ നിശ്ചയിച്ച് നടത്തിയ വിവാഹമായിരുന്നു അത്. എന്നാൽ ഇരുവരും പിന്നീട് വേർപിരിയുകയും ചെയ്തു. ഇപ്പോൾ ഷൈനിന്റെ ആദ്യ ഭാര്യയും കുഞ്ഞും വിദേശത്താണുള്ളത്. ആ കുഞ്ഞിന്റെ പേര് മാത്രം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഷൈൻ വെളിപ്പെടുത്തിയിരുന്നു. തനു ഒരു മോഡൽ കൂടിയാണ്. 40-കാരനായ ഷൈൻ ടോം ചാക്കോ ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ടത് മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡിലാണ്. 2015 ജനുവരി 30-നാണ് ഷൈൻ ടോം ചാക്കോയെയും 4 യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയത്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ചെറിയ പിഴവുകൾ ഷൈനിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ പോലും കഞ്ചാവ് എന്നുള്ള പരിഹാസം ഷൈന് പലപ്പോഴും കേൾക്കേണ്ടതായി വരാറുമുണ്ട്.